ഇല്ലേ ഇപ്പൊ കുഴപ്പമില്ല, കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ എൻ്റെ കൂടെ വന്നിട്ട്. ആ ശരി ഞാൻ വിളിച്ചോളാം. പാർട്ടി പ്രസിഡന്റാ. നിന്റെ കാര്യം ചോദിച്ചാൽ ആളെങ്ങനെ ഉണ്ടെന്ന്. നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ നിന്ന നിനക്ക് ഞാൻ ഒരു കരയിലൊക്കെ എത്തിക്കും പാർട്ടിയിൽ. ഞാൻ മര്യാദയ്ക്ക് നിൽക്കാൻ വേണ്ടി സാറിന്റെ കൂടെ കൂടിയത്. അല്ല, എൻ്റെ കൂടെ മുമ്പ് എടുത്ത് ഇതുപോലെ മര്യാദയായിട്ട് നിന്നവനാ. അവൻ അടിയിൽ കൂടെ എനിക്ക് പാര വെച്ചത്. സൊസൈറ്റി ഇലക്ഷൻ വന്നപ്പോ അവൻ എന്റെ ഡമ്മിയായി നിന്നവനാ. അവൻ എനിക്ക് പാര വെച്ചിട്ട് അവൻ സ്ഥാനാർത്ഥിയായി. മുഖം കണ്ടു തന്നെ അറിഞ്ഞോളൂ. അല്ല, ഇതുപോലത്തെ ഒരു കുഴപ്പമില്ലാത്ത മുഖമായിരുന്നു അവൻ്റെ. പക്ഷെ നമ്മൾ മുഖം കണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മുതലാളി പൈസ റെഡിയാക്കി വെച്ചൊക്കെയാണ്. നാളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുകയാണ്. നീ എനിക്ക് പണം തരണ്ട. അല്ല മുതലാളി, ഞാൻ നാളെ കൊണ്ടങ്ങ് എത്തിക്കാം. വേണ്ട എനിക്ക് പണം തരണ്ട. ഇല്ല മുതലാളി, പൈസ ഞാൻ നാളെ കൊണ്ടുപോയി. വേണ്ട, ഞാൻ തരും. മുതലാളി എന്നെ കൊച്ചാക്കണം. വേണ്ട, ഞാൻ കൊച്ചാക്കുന്നല്ല, എനിക്ക് പണം വേണ്ട. ഇല്ല, ഞാൻ മുതലാളിക്ക് പൈസ കൊണ്ട് തരും. പണം വേണ്ടെന്നല്ലേ പറഞ്ഞു? വേണ്ടെന്ന് കാര്യമായിട്ട് പറഞ്ഞാണോ? കാര്യമായിട്ടാണ്. എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം നടക്കാൻ. വണ്ടിയിലേക്ക് വണ്ടിയിലേക്ക് വണ്ടി കയറ്റി ഇടിക്കാനായിരിക്കും. ഇല്ലില്ല, ഇടിക്കത്തില്ല. നിന്നെ കൊണ്ട് നീ വണ്ടിയിലേക്ക്. നീ എവിടെ പോകും? നീ ഇങ്ങോട്ട് മാറി. നീ അതിനായില്ല, ഞാൻ അറിയിക്കാം. പിന്നെ കാണാം. വണ്ടി വിട്ടോ. അല്ല മുതലാളി, കുറെ നേരമായി എന്നെ AC കിട്ടി ഇങ്ങനെ വണ്ടി കറക്കണേ. ക്ലീറ്റോയെ കൊണ്ട് എന്ത് ആവശ്യമാണ് മുതലാളിക്കുള്ളതെന്ന് ഇതുവരെ പറഞ്ഞില്ലേ? ക്ലീറ്റോസിനെ കൊണ്ട് എനിക്കൊരു കാര്യം നടത്താം. അല്ല, അതിന് ആ കാര്യം പറയാം. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാനൊരു സോപ്പ് കമ്പനി തുടങ്ങുന്ന കാര്യം ക്ലീറ്റോസിന് അറിയാമല്ലോ. അല്ല, മുതലാളി എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാനത് അറിഞ്ഞു. ക്ലീറ്റോസിനോട് സമയം ആവുമ്പോ പറയാമെന്ന് വിചാരിച്ച എനിക്ക് അതിന് ചെറിയ നിയമ തടസ്സം വന്നിട്ടുണ്ട്. അതിനകത്ത് അതായത് കനകൻ ക്ലീറ്റസിന്റെ അളിയനല്ലേ? കനകൻ എന്തോ ഒരു ഉടായിപ്പ് ഒപ്പിച്ചിട്ടുണ്ട് എന്റെ കമ്പനിക്കെതിരെ. കനകനോ? അവനെന്തിനാണ് മുതലാളിയുടെ കമ്പനിക്കെതിരെ തടസ്സം നിൽക്കുന്നത്? എന്തോ നിയമപരമായിട്ട് തടസ്സം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല, അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? എന്താണ് സാർ? അതുകൊണ്ട് കമ്പനി തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ആ തടസ്സം ഒന്ന് മാറ്റി തരണം. കറണ്ടിന്റെ വിചാരിച്ചാൽ പറ്റും. അല്ല മുതലാളി, ഇതിപ്പോ ഞാനും അവനുമായിട്ട് അത്ര നല്ല ഇരിപ്പ് വശം അല്ലല്ലോ. അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വിചാരിച്ചാൽ ആ കാര്യം ശരിയാകും. ഇനി അഥവാ ഞാനത് പറഞ്ഞ് റെഡിയായി കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും പ്രത്യേകിച്ച് ഈ കാര്യം ശരിയാക്കി എനിക്ക് തന്നാൽ ക്ലീറ്റസ് എനിക്ക് കുറച്ച് പണം തരാനുള്ള കാര്യം മറന്നു പോയിട്ടില്ലല്ലോ. അപ്പൊ അതെനിക്ക് ഓർമ്മയുണ്ട് മുതലാളി. ഓർമ്മയുണ്ടല്ലോ. അത് ഞാനങ്ങ് എഴുതി തള്ളും. സാറെന്താ പറഞ്ഞ? ഞാനത് എഴുതി തള്ളും. അതിന്റെ പലിശയും മുതലും ഒന്നും വേണ്ട. പക്ഷെ എനിക്ക് ആ കാര്യം നടത്തും. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്ലീറ്റസ് ഇത് നടത്തിത്തരാം മുതലാളി. പക്ഷേ അതെന്താ ഒരു പക്ഷേ? അല്ല, ഈ എന്റെ അളിയന്റെ കാര്യം ആയതുകൊണ്ട് അത് ഇച്ചിരി റിസ്ക് എടുക്കേണ്ടി വരും മുതലാളി. അതൊക്കെ റിസ്ക് ആയതുകൊണ്ടാണല്ലോ ക്ലീറ്റസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, അത് ആ പണം മാത്രമായിട്ട് ഈ കാര്യത്തിൽ നടപ്പ് വരുമല്ലോ മുതലാളി. പിന്നെ അതായത് ഇപ്പൊ ഞാൻ ഈ കാര്യം നടത്തി തന്നു കഴിഞ്ഞാൽ മുതലാളി തുടങ്ങാനിരിക്കുന്ന ആ കമ്പനി ഉണ്ടല്ലോ, ഉണ്ട്, സോപ്പ് കമ്പനിയുടെ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ട്ണറായിട്ട് എന്നെ കൂടെ വെച്ചുകൂടെ? പാർട്ട്ണറായിട്ടോ? പാർട്ട്ണറാണോ? കമ്പനിയുടെയോ? അതെ. ക്ലീറ്റസിനെയോ? അല്ല മുതലാളി, ഇപ്പൊ ഈ വലിയ മുതലാളിമാരൊക്കെ എപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനെ കൂടെ കൊണ്ടു നടക്കും. അതായത് നിയമോപദേശങ്ങളും നിയമ തടസ്സങ്ങളൊക്കെ വരുമ്പോ അതിനെയൊക്കെ പരിഹരിക്കാൻ ഒരാള് വേണ്ടേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ക്ലീറ്റസിനെ ഞാൻ വന്ന് കണ്ടാ പോലെ. അല്ല, അത് വേണം മുതലാളി. മുതലാളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. എനിക്കതൊരു ബുദ്ധിമുട്ടല്ലല്ലോ. അങ്ങനെ പറയരുത് സാറേ. ക്ലീറ്റസ് എപ്പോഴും തിരക്കിട്ട് ഇങ്ങനെ നടക്കണം സാറേ. മാത്രമല്ല, ഇതാകുമ്പോ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും ഒരു പാർട്ട്ണറായിട്ട്. ഏതായാലും ഈ കാര്യം സാധിച്ചത്. അപ്പൊ സാധിച്ചെന്നെ എന്നെ കൂടെ പാർട്ട്ണറാക്കി നിർത്തും. അത് മതി. എന്നാ പിന്നെ ക്ലീറ്റസ് ബാക്കി കാര്യങ്ങളൊക്കെ ഏറ്റ്. അപ്പം ക്ലീറ്റസേ, ഈ കാര്യം നടക്കുന്ന അന്ന് മുതൽ ക്ലീറ്റസ് എന്റെ കമ്പനിയുടെ വർക്കിംഗ് പാർട്ട്ണറായിരിക്കും. ക്ലീറ്റോ എന്താ? അത് മതി. എന്നാ പിന്നെ ബാക്കി കാര്യമില്ല, ക്ലീറ്റോ ഏറ്റ്. ഈ കാര്യം നടത്തി തന്നിരിക്കണം. മുതലാളി, എന്തോ മുതലാളി ഏതെങ്കിലും ഒരു നല്ല ഡേറ്റ് നോക്കി ഉദ്ഘാടനം ഫിക്സ് ചെയ്തോ, ബാക്കി കാര്യമെല്ലാം ക്ലീറ്റസ് ഏറ്റു. ശരി. ഇനിയിപ്പോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രി ആരെ കാണുന്ന വെച്ചാലും അത് ക്ലീറ്റസ് ഏറ്റു. മുതലാളി ഒന്നും അറിയണ്ട കേട്ടോ. ഏറ്റല്ലോ? ഏറ്റു. ശരി. മുതലാളി
ക്ലീറ്റസിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ക്ലീറ്റസ് ഈ കേസ് നടത്തി തന്നിരിക്കും. നടത്തി തരണം. നടത്തി തരും. പക്ഷെ ഒരു കാര്യം, എന്താണ്? ക്ലീറ്റസ് തരാനുള്ള മുതലും പലിശയും അത് എഴുതി തള്ളിയേക്കണം. എഴുതി തരണം. ഉറപ്പാണല്ലോ? വാക്കാണ്. ചില ലോക്കൽ ബാങ്കുകാർ പറയണ ഉറപ്പല്ലല്ലോ. അല്ലല്ല, കൃത്യമായിട്ട് മുതലാളി പറയുന്ന ഉറപ്പാണ്. മുതലാളി നേരിട്ട് ചെല്ലും. ശരി. സുരേന്ദ്രൻ മുതലാളി എടുത്ത് ഞാൻ വാക്കും പറഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇത് എന്തോ ചെയ്യും, ഇത് എങ്ങനെ ഒന്ന് പരിഹരിക്കാന്നാണ്. എൻ്റെ പൊന്നു ക്ലീറ്റോ സാറേ, ഇതൊന്നും വലിയ ആനത്തല കാര്യമൊന്നുമല്ല. നമ്മുടെ പാർട്ടിയിൽ 5-6 പേരും കൂട്ടി KSB ഓഫീസിൽ പടക്കേറിയ ഭീഷണിപ്പെടുത്തുക. കറണ്ട് തന്നെ വരും, കോമണായി പറയണേ. എവിടുന്ന് കിട്ടിട ഈ മാതിരി മണ്ടന്മാര് എല്ലാം ഇത് തന്നെ നിന്റെ കൂടെ ഉള്ളത്. ആൻസാറേ, ഇതുകൊണ്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് എപ്പോഴും പറയണേ, നീ കൂടെ എൻ്റെ പാർട്ടിയിലോട്ട് വാ, നമുക്കൊന്ന് ശക്തിപ്പെടുത്താന്ന്. എന്നിട്ട് വേണം ഞാനിവിടെ ഈ മണ്ടനാവാൻ. കോമള, ഇനി ഇവിടെ ഇരുന്ന് എന്തെങ്കിലും മുണ്ടിയാ ഞാൻ ഇതെടുത്ത് എറിഞ്ഞ് തന്നെ തല പൊട്ടിച്ചോളാം കേട്ടോ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ആ അല്ലേ, ഇനിയിപ്പം എങ്ങനെ ഇതിപ്പോൾ സോൾവ് ചെയ്യും? കനകനോട് ഞാൻ പോയി പറഞ്ഞാലേ, കനകനോട് ഞാൻ ചെന്ന് സംസാരിച്ച് അവൻ എടുത്തടിച്ചാലോ പറയും, നീ നിന്റെ ജോലിയൊക്കെ എൻ്റെ ജോലി കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് തന്നെ അവൻ പറയും. തങ്കത്തിനെ സ്വാധീനിച്ചാലും അവൾ കേൾക്കൂലേ, അവൾ പഴങ്ങില്ല, അവൾക്ക് അവനാ വലുത്. പിന്നെ അമ്മ രക്ഷയില്ല, അമ്മാവനുണ്ട്. പക്ഷെ അയാൾ ഈ പറഞ്ഞ മാതിരി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യാൻ വരും, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ ഫാസിലിനെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് നമുക്ക് അവനെ കൊണ്ട് കനങ്ങനെ സ്വാധീനിക്കാൻ പറ്റുമോ? ഫാസിലിനെ കൊണ്ടൊന്നും നടക്കൂല, കാര്യമില്ല. ഞാനൊന്നും മിണ്ടിക്കോട്ടെ. എന്തോന്നും ഉണ്ടായി സാറെ, സമരം ചെയ്യണം. സാറിൻ KSB ഓഫീസിൽ പോയിട്ട് സാറിൻ്റെ അളിയനെതിരെ കനകനെതിരെ സമരം ചെയ്യണം. കരണ്ട് തന്നെ വരും. കനകനെതിരെ സമരം ചെയ്യാനാ ഞാൻ ഇത് എറിഞ്ഞതിന്റെ വായിക്കാതെ കയറ്റി. കനകനല്ലേ റിപ്പോർട്ട് കൊടുത്തത്? ഇവ അടുത്ത മണ്ടത്തരോട്ട് വന്നിരിക്കുക. എടേ, സമരം ചെയ്യേണ്ടത് KSB-യിലല്ല. പിന്നെ അതൊക്കെ വേറൊരു സ്ഥലമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നീ ആദ്യം പോയി കനകനോട്ട് സംസാരിച്ചിട്ട് വാ. സംസാരിക്കാന്ന് പറഞ്ഞാൽ സംസാരിച്ചിട്ട് നടന്നില്ലെങ്കിലോടെ നടക്കും. നീ അത് എങ്ങനെയെങ്കിലും സഹായിച്ചെടുക്കണം. നീ നിന്റെ അവസ്ഥകളൊക്കെ പറ. സുരേന്ദ്രൻ മുതലാളി നിനക്ക് തന്ന ഓഫറൊക്കെ കനകനോട്ട് സംസാരിക്ക്. ജീവിതകാലത്തിൽ നിനക്ക് അയാളുടെ കടം തീർക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ നല്ലൊരു അവസരമാണ്, എങ്ങനെയെങ്കിലും യൂസ് ചെയ്യണം. നീ എങ്ങനെയെങ്കിലും ആ കമ്പനിയിലൊന്ന് ആദ്യം കയറി പറ്റും. നീ പാർട്ണറായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്നെ നിന്റെ പാർട്ണറാക്കാമല്ലോ. അത് നമുക്ക് അടിച്ചു പൊളിച്ച് ഈ കമ്പനി കൊണ്ടുപോകല്ലോ. എവിടെ കൊണ്ടുപോകുന്നു? എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം. അയ്യോ, നല്ല ആശായി. നീ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കേണ്ട അളിയാ. ഇതിപ്പോ തൽക്കാലം എങ്ങനെയെങ്കിലും ഞാൻ അവിടെ നിന്ന് കയറി പറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നേ. അതിനുള്ള ഐഡിയ അല്ലേ ഞാൻ പറഞ്ഞു. എടേ, കനകന്റെ അടുത്ത് പറഞ്ഞാൽ കേൾക്കൂല, എനിക്കറിയാം. എടേ, നീ ആദ്യം കനകന്റെ അടുത്ത് പോയി ഒന്ന് ഭീഷണിപ്പെടുത്തി സംസാരിക്കുക. അതിലും നടന്നില്ല എന്നുണ്ടെങ്കിൽ നീ തങ്കത്തെ വെച്ചൊന്ന് ഓപ്പറേറ്റ് ചെയ്യും. തങ്കം വിചാരിച്ചാലും നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? തങ്കം വിചാരിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പരിപാടി നമുക്ക് സമരം. ഇതിന് ഞാൻ മുമ്പ് പറഞ്ഞ സമരത്തിന്റെ കാര്യം. ഇവൻ പറഞ്ഞ KSB സമരം ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എവിടെ പോയി സമരം ചെയ്യും? സമരം ചെയ്യാൻ വേറൊരു സ്ഥലമുണ്ട്. അതെവിടെ? നീ ആദ്യം കനകനോട് പോയി സംസാരിച്ചിട്ട് വാ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നാ പിന്നെ സംസാരിക്കാം. അയ്യോ, ആ ചൂലിനും വേദനിക്കൂല, നിലത്തിനും വേദനിക്കൂല, പിന്നെ നിനക്കൊന്ന് അമർത്തി അടിച്ചെന്താ കുഴപ്പം? എനിക്കറിയില്ലല്ലോ. അറിയില്ലല്ലോ, പിന്നെ പറയാൻ അറിയാമോ? അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി എനിക്ക് എങ്ങനെ പറ്റുള്ളൂ. എന്താ എന്താ എന്തോ തലേ തീ പിടിച്ചിട്ടേ വരും. നോക്ക് കുഴപ്പമുണ്ടാവും. എന്താളിയാ? എന്താ കനക നിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? നീ എന്റെ പുതിയ കമ്പനിക്കെതിരെ റിപ്പോർട്ട് അയച്ചാ? നിന്റെ കമ്പനിയോ? എന്റെന്ന് പറയാൻ ഞാനും സുരേന്ദ്ര മുതലാളിയും കൂടെ തുടങ്ങാൻ പോകുന്ന പുതിയ സോപ്പ് കമ്പനി. റിപ്പോർട്ട് അയച്ചു. നീ എന്തിനാണ് റിപ്പോർട്ട് അയച്ചത്? റിപ്പോർട്ട് അയച്ചോണ്ട് ഞങ്ങൾക്ക് അവിടെ കറണ്ട് കിട്ടില്ലാന്ന്. നീ ആ സ്ഥലം പോയി കണ്ട? അളിയ, ആ സ്ഥലം ഞാൻ കാണാതിരിക്കുക. നീ ആവശ്യമില്ലാത്ത പരിപാടിയാണ് ഈ കാണിക്കണേ. അതെ, ഞാൻ ചെയ്യുന്നത് എൻ്റെ ജോലിയാണ് കേട്ടാ. അതിനകത്ത് നീ വെറുതെ കയറി വന്നിട്ട് ഇടപെടാൻ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അളിയ, ഇത് ചെയ്താൽ എനിക്കുണ്ടാവണ ഗുണം നിനക്ക് അറിഞ്ഞൂടാ. നിന്റെ കുടുംബം, എൻ്റെ തങ്കത്തിന് ഞങ്ങൾക്കൊരു നിലയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങിക്കണം. നീ കളിക്കാതെ റിപ്പോർട്ട് തിരുത്തി എഴുതിക്കേ. അയ്യാ, ഞാൻ ആ റിപ്പോർട്ട് തിരുത്തി എഴുതാനാ? അളിയാ, നിനക്ക് ഞാൻ എന്തെങ്കിലും സുരേന്ദ്ര മുതലാളി പറഞ്ഞ് ഞാൻ മേടിച്ചു തരാം, സത്യം. ക്ലീറ്റോ ചേട്ടാ, ഏട്ടന് ചെയ്യാൻ പറ്റണ ആണെങ്കിൽ ചെയ്തു തരൂ.
എന്റെ ജമന്തി ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനേക്കാൾ അഴിമതി ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നാ ഈ അഴിമതി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അളിയാ തമാശ കളിക്കല്. കോടികൾ മുടക്കിയിട്ടാണ് ഈ ബിസിനസ് തുടങ്ങാൻ പോണേ. എടേ നീ ആ സ്ഥലം പോയി കണ്ടോ? ആ സ്ഥലത്തിന് എന്താണ് ഒരു കുഴപ്പം? എന്താ സ്ഥലത്തിന് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് കൂടെ ഒരു തോട് പോകുന്നുണ്ട്. അത് നീ കണ്ട? അതുകൊണ്ട് എന്താ ആ തോട്ടിലൂടെയാണ് അവിടെയുള്ള കൃഷിക്ക് മൊത്തം വെള്ളം പോണത്. നിങ്ങളിവിടെ സോപ്പ് കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സോപ്പുകളായിരിക്കും പാടത്തേക്ക് ഒഴുകണത്. എന്റെ പൊന്നളിയാ, നീ വിചാരിച്ചോണ്ട് കേരളത്തുകാർ ഇവിടെ അരി ഉണ്ടാക്കി തിന്നാന്ന് വിചാരിക്കണം. നമുക്ക് എപ്പോഴും തമിഴിന്റെ ആന്ധ്രാക്കാരന്റെ അരി തിന്നാനേ യോഗമുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, നീ ധൈര്യമായിട്ട് റിപ്പോർട്ട് അങ്ങ് തിരുത്ത്. ഞാനും എന്റെ പാർട്ടിയൊക്കെ ധൈര്യമായിട്ട് നിന്റെ പിന്നിലുണ്ട്. വേണ്ട വേണ്ട വേണ്ട, എന്നിട്ട് ജോലി പോയി കഴിയുമ്പോ ക്ലീറ്റോ ചേട്ടന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കേണ്ടി വരും. ഞാനല്ലേ പറയണ അളിയാ, കാര്യമായിട്ട് ഞാൻ മേടിച്ചു തരാം. വേണ്ട, എനിക്ക് സൗകര്യമില്ല. ഇത് അപകടമാണ്. ഒരു അപകടവും ഇല്ല. നീ സൂക്ഷിച്ച് കളിക്കണം. ഞാൻ സൂക്ഷിച്ച് തന്നെ കളിക്കണത്. അറിയോ, നീ സുരേന്ദ്ര മുതലാളിയായിട്ടാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം മറക്കണ്ട. അയാൾ സ്നേഹിച്ചാലേ നമ്മളെ നക്കിക്കൊല്ലും, പക്ഷേ വെറുപ്പിക്കെങ്ങാനും ചെയ്തോടല്ലോ മുക്കിക്കൊല്ലും അയാള്. അയാൾ മുക്കിക്കൊല്ലും, എനിക്കറിയാം. നീ ഇപ്പൊ അവിവേകം ഒന്നും കാണിക്കരുത്. നമ്മൾ കേരളത്തിലല്ലേ എളിയാ ജീവിക്കുന്നത്. ഇവിടെ ചെറിയ അഴിമതിയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യില്ല. എന്റെ പാർട്ടി ഉണ്ട് കൂടെ. അതെ, ഈ പേരും പറഞ്ഞ് ഇനി നീ എന്റെ മുമ്പിലേക്ക് വരണ്ട. ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞതാണ്. അത് സത്യമായിട്ടുള്ള റിപ്പോർട്ടുമാണ്. അങ്ങനെ നീ അങ്ങ് തീരുമാനിച്ചോ? ഞാൻ തീരുമാനിച്ചു. തീരുമാനിച്ചെങ്കിൽ കനക നീ അനുഭവിക്കും. ഞാനാണ് പറയണത്, ക്ലീറ്റസ് ആണ് പറയണത്. ഞാൻ എന്റെ ജോലി ചെയ്തിട്ട് ഞാൻ നിന്റെ ജോലി നോക്കാനില്ലേ? നിന്റെ ജോലിയിൽ ഞാൻ ഇടപെടുന്നില്ലല്ലോ, അതുപോലെ എന്റെ ജോലിയിൽ വന്നിട്ട് ഇടപെടണ്ട. അയാൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. നീ കണ്ടവർക്ക് മുഴുവൻ വാക്ക് കൊടുക്കുന്നതിന് അളിയാ, ഞാൻ പറഞ്ഞിട്ടാണ് ആള് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയത്. കനക നിന്റെ അളിയനാന്ന് പറഞ്ഞിട്ട് നീ കണ്ടവർക്ക് മുഴുവൻ വാക്ക് കൊടുക്കുന്നത് എന്തിനാണ്? എടാ, നാട്ടിൽ ഇത്രയും നല്ലൊരു വികസനം വരുമ്പോ അതിനെതിരെ നിൽക്കുന്ന നല്ലതല്ല. വികസനം ഉണ്ട്, നീ ഇതിന്റെ പാടിന് പോകലില്ല. കനക, നീ കളിക്കരുത്. എന്റെ രാഷ്ട്രീയ പാരമ്പര്യം വെച്ചിട്ട് ഞാൻ പറയാം. നിന്റെ പാരമ്പര്യം ഞാൻ നിന്നോട് പറയാവുന്നതിന് മാക്സിമം പറഞ്ഞു കഴിഞ്ഞൂട്ടാ. ഒരു പ്രശ്നം വന്നാൽ ഒരു നാട്ടുകാരൻ നിന്റെ കൂടെ കാണൂല. ഈ നാട്ടുകാരൊന്നും. എടാ, ഈ വിഷയത്തിൽ നാട്ടുകാർ മൊത്തം എന്റെ കൂടെയാണ്. അതിൽ ഒരു തർക്കമില്ല. എന്റെ അളിയാ, എത്തിപ്പോലെ നക്കാപ്പിച്ച ഇറങ്ങിയ തിരിയണ നാട്ടുകാരാണ് ഇവിടെ ഉള്ളവന്മാർ. ഇവന്റെ ഒരു ജോലിക്കാര്യത്തിൽ ഞാൻ ഇന്ന് വരെ ഇടപെട്ടിട്ടില്ലല്ലോ. എന്റെ ജോലിക്കാര്യത്തിൽ ഇവൻ ഇടപെടണ്ട. വിളിച്ചോണ്ട് പോകും. ആവശ്യമുള്ള കാര്യത്തിൽ നീ ഇടപെടണം. ഇതെന്താ ആവശ്യം? കളിക്കരുത്. ഇവിടെ കമ്പനി വരുത്തി ഞാൻ കാണിച്ചു തരുന്നത്. അതെ, ഞാൻ ഇവളെ ഓർത്തിട്ടാണോ? അല്ലെങ്കിൽ നീ എന്റെ മുമ്പിൽ നിന്നിട്ട് ഈ ഒരു കമ്പനി വേറെ ഏതോ ഒരുത്ത പൈസ മുടക്കാൻ പണിയുണ്ട്. അതിന്റെ പിന്നാലെ വെറുതെ മൂട്ട് തൂങ്ങി നടക്കാണ്. വഴക്കുണ്ടാക്കാൻ പോണേ? അല്ലാതെ ഇനി ആ റിപ്പോർട്ട് അയച്ച് ഞാൻ തിരുത്തി വാങ്ങിക്കണം. വേണ്ട, റിപ്പോർട്ട് തിരുത്തണ്ട. അത് മര്യാദക്ക് പറഞ്ഞാ പോരെ. ഇനി ചൂടാണെന്തിനാ? മര്യാദക്കല്ലേ പറഞ്ഞത്? മതി, അവിടെ പോയിരിക്കും. നിങ്ങളുടെ ഉദ്ദേശം എന്താ? അവന്റെ ഉദ്ദേശം അവൻ എന്താണ് വിചാരിച്ചു വെച്ചേക്കണേ? അവനും അവന്റെ ഈ ഉണക്ക ഡിപ്പാർട്ട്മെന്റും വിചാരിച്ചാ ഇവിടെ അങ്ങ് നാട് നന്നാക്കി കളയാന്ന്. എന്നെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യണതിന്റെ 4-1 അവനൊന്നും ചെയ്യാൻ പറ്റൂല. അത് അവൻ അറിയില്ല. തെറ്റി അവന്റെ അടുത്ത് പോയി തമ്മിത്തല്ലൂടാ എങ്ങാണ്ട് കിടക്കണ മുതലാളിക്ക് വേണ്ടിട്ട്. അയാൾ ആരാ നിങ്ങളുടെ? സുരേന്ദ്ര മുതലാളി എനിക്കിപ്പോ എന്റെ ദൈവത്തെ പോലെയാണ്. ദൈവത്തെ പോലെ. ദൈവം ഭയങ്കര അനുഗ്രഹമല്ലേ തന്നോണ്ടിരിക്കണേ? അയാൾ എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പിലായുണ്ടല്ലോ, അയാൾക്ക് ഞാൻ കൊടുക്കാനുള്ള മുഴുവൻ പൈസ അയാൾ എഴുതി തള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അയാൾ തുടങ്ങാൻ പോണ സോപ്പ് കമ്പനിയിലെ വർക്കിംഗ് പാർട്ണർ ഇനി ഞാനാ. അപ്പൊ എന്റെ ഒരു കാര്യം അവന് ചെയ്തു തന്നെ എന്താ? അങ്ങനെ അളിയനും പെങ്ങളും കുടുംബം നന്നായി പോകൂലേ? ഇത് വല്ലതും നടക്കോ ക്ലീറ്റോ? നിങ്ങള് ഞാൻ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു തരും. എന്ത് കാര്യത്തിന് ഞാൻ ഇറങ്ങിയാലും നടക്കുവോ? എവിടെ നടക്കാൻ? ഇങ്ങനെ ഒരു പിന്തിരി. എന്റെ കർത്താവ്, എന്ന് ഈ ആങ്ങളെയും പെങ്ങളെ എന്റെ തലയിൽ വന്ന് കയറി അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. അങ്ങോട്ട് വന്ന് കയറിയതൊന്നുമല്ലല്ലോ, ഇങ്ങോട്ട് വന്നല്ലേ? ആര് വിളിക്കട്ടെ എന്ന് ഒരു നോക്കി ഇരിക്കുകയായിരുന്നു. അന്ന് ഇറങ്ങി വരാൻ കഷ്ടകാലത്തിനൊന്ന് വിളിച്ചുപോയി. ഇതിന് ഞാൻ മറുപടി പറയണില്ല ക്ലീറ്റോ. നീ പറയടി, എന്നിട്ട് ഇനി അതായിട്ട് കുറയ്ക്കണ പറഞ്ഞിട്ട് പോ. നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? അല്ല, എനിക്ക് പ്രാന്താടി. അല്ല, കുടുംബത്തിനൊരു നല്ലത് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടണുണ്ട്. അപ്പൊ അതിനങ്ങോട്ട് തടസ്സം നിൽക്കുകയാണ്. അതിന് എൻ്റെ ഭാര്യ കൂട്ട്. ഇങ്ങനെ ഒരു ഭാര്യ എന്തിനാണ്? അങ്ങോട്ട് ഉപേക്ഷിച്ച് കളാം. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഈ പദ്ധതി നടന്നില്ലെങ്കിലുണ്ടല്ലോ, എനിക്കറിയാം എന്താ ചെയ്യണമെന്നുള്ളത്. അതെ, എന്താ തങ്കം, നീ അവൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് മാറുമ്പോൾ നീ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കടി അവനോട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരാൻ പറ. നമുക്ക് അത്രയും ഗുണമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ പറയണേ. അത് അവന്റെ ജോലി. ഞങ്ങൾ കൂടെ പറപ്പൊക്കെ ആയിരിക്കും, പക്ഷെ അവന്റെ ജോലിയിൽ ഞാൻ ഇടപെടൂല. ഒരു കാര്യം ചെയ്യ്, നീ ഇടപെടണ്ട. ഞാൻ വേറൊരു ഐഡിയ പറയാം. നമ്മുടെ അമ്മാവനോടല്ലോ, അമ്മാവനെ കൊണ്ട് നീ ഒന്ന് പറയിപ്പിക്കുക. അമ്മാവൻ പറഞ്ഞാൽ കേൾക്കും. അത് കൊള്ളാം. ഞാൻ അമ്മാവനെ വിളിച്ചു തരാം. എന്നിട്ട് ആര് സംസാരിക്കും?
നീ പറഞ്ഞാൽ മതി അമ്മാവനോട്. എനിക്ക് ഭ്രാന്തില്ല നിങ്ങളെപ്പോലെ. അമ്മാവൻ ഈ ഒരു കാര്യത്തിന് എന്റെ സഹായം കിട്ടുമെന്ന് ക്ലീറ്റോ വിചാരിക്കണ്ട. അത് തന്നെയല്ല, കണി കണ്ട മുതലാളിക്കൊക്കെ വേണ്ടിയിട്ട് ഈ മുറ്റത്ത് കിടന്ന സമയത്താലും കൂടാനും ഞാൻ സമ്മതിക്കൂല, പറഞ്ഞേക്കാം. ഇന്നലെ ഹവിൽദാരെ മോനും മോളും നോക്കിയിരുന്നോ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ക്ലീറ്റോ കാണിച്ചു തരാം. അയ്യോ, കൊറേ ആയി കാണിക്കാൻ തുടങ്ങിയിട്ട്. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് അവന്റെ അപ്പന്റെ വകയല്ലേ? എന്താന്ന്? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വേറെ നല്ല ആണുങ്ങളുണ്ട്, എനിക്കറിയാം. അല്ല, അതിന് മുമ്പ് എന്താ പറഞ്ഞേ? ആരൊന്നും പറഞ്ഞില്ല, പറഞ്ഞത് തന്നെ. ആ, ഈ പദ്ധതി നടന്നില്ലെങ്കിലുണ്ടല്ലോ ഇവിടെ പലതും കാണേണ്ടി വരും. അതിന് റെഡിയായിരുന്നോ? നിനിപ്പോ വേറെ എങ്ങോടെങ്കിലും നീങ്ങ തല്ലു പിടിക്കാൻ. നേരം വെളുത്ത് കണ്ണ് തെളിയാൻ തുടങ്ങുമ്പോ തുടങ്ങും വെല്ലുവിളിക്കാൻ. വെല്ലുവിളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കണില്ല. വന്ന ഇങ്ങോട്ട് മതി. എന്തിനാ ഭക്ഷണം കഴിക്കണ്ടേ? ഞാനിവിടെ നിരാഹാരം കിടക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. നിരാഹാരം എന്ന് പറഞ്ഞാൽ നിരുപാധികം ആഹാരം ഒഴിവാക്കുക, അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം. അല്ല ചില തൂക്കട നേതാക്കന്മാരെ പോലെ ഒളിച്ചിരുന്ന ആഹാരം കഴിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ക്ലീറ്റ് എന്തിനു വേണ്ടി ക്ലീറ്റ് ഈ പിള്ളേരെ പോലെ ഇരുന്ന് വാശി പിടിക്കുന്നത്? എന്റെ കുഞ്ഞുങ്ങൾ വന്നേ. ഇത് പിള്ളേർ കളിയാ. ഞാൻ പറഞ്ഞ ആവശ്യം എന്താണെന്ന് നിനക്കറിയാലോ. അതില്ലാതെ നാളെ ഞാൻ എങ്ങനെ തലയുയർത്തി നടക്കും ഈ നാട്ടിൽ? ക്ലീറ്റോ രാവിലെ മുതൽ വെള്ളം കൂടി കുടിച്ചിട്ടില്ലാട്ടോ ക്ലീറ്റോ. വീട്ടിന് ചായ കുടിക്കുന്ന മനുഷ്യനാ. അത് ആയിക്കോട്ടെ, ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. എനിക്ക് വേണ്ട, എന്റെ ഈ കാര്യം നടക്കണം വരെ ഞാൻ സത്യാഗ്രഹം ഇരിക്കും. എനിക്കറിയാം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ, ആർക്കും ഇവിടെ ഒരു നഷ്ടമില്ലല്ലോ. നീ വാതിലടച്ച് കേറി കടന്നോ, ഒരു കുഴപ്പമില്ല. എടാ, ഒന്ന് ചെയ്ത് കൊടുക്കടാ. എന്താന്ന് വെച്ചാ പിള്ളേരെ പോലെ കാണിക്കണുണ്ടോ? അവനെന്ത്, ഞാനുണ്ടെങ്കിൽ എന്ത് പോയാ എന്ത്, അവനെന്ത്? എനിക്ക് വിഷമം. എന്റെ കൈ ഇവിടെ എന്നെ നിർബന്ധിക്കണ്ട. ഇവിടെ ഇരുന്ന് തണുപ്പും കൊണ്ട് പച്ചവെള്ളം കുടിക്കാതെ എന്തെങ്കിലും അസുഖം വരുത്തി വെക്കരുത്. വരട്ടെ, അസുഖം വരട്ടെ. അസുഖം വരുമ്പോ എന്താണ് കാരണം എന്റെ അണികൾ അറിയും. അപ്പോഴേക്ക് അവരെല്ലാരും കൂടെ വരും ഇവിടെ. ഞാനിതിപ്പം പുറത്തെ ആൾക്കാരെ അറിയിക്കണ്ടെന്ന് കരുതി ഞാൻ ഇവിടെ ഇത് ഒതുങ്ങി ചെയ്യണം. ഇങ്ങോട്ട് വാ ക്ലീ. ചുമ്മാ തങ്കം, ഞാൻ 5 പ്രാവശ്യം വിളിക്കും. ക്ലീറ്റോ വാ, ക്ലീറ്റോ വാ. നീ അകത്ത് കയറി കിടക്കടി, അവൻ അവിടെ ഇരുന്നോട്ട്. അതിനെന്താ കുഴപ്പം? ഞാൻ ആജ്ഞാപിച്ചല്ലോ, ഇവിടുത്തെ യജമാനൻ ആജ്ഞാപിച്ചല്ലോ. അനുസരിക്കും, നീ അനുസരിക്കും. പുറത്തൊരാൾ നല്ലതാ, അവിടെ നല്ലതാടാ. നീ നോക്കിക്കോ, നീ അനുഭവിക്കോ അതിന്. ചെലവുകൾ ഒരുപാട് കൂടുതലാണ്. ഇത് ഞാൻ വിരിച്ചിട്ടിട്ട് പോയതല്ലേ ഏട്ടാ? അത് ഞാനിത് പൊതുപ്പിന്റെ പുറത്ത് കയറിയിരിക്കണോ? ഇത് പുതപ്പല്ല, വിരിപ്പാ. അല്ല വിരിപ്പാ. അത് വിരിപ്പാണല്ലേ. എന്നാ പുതപ്പോടെ എടുത്ത് വെക്കും, ഇങ്ങോട്ട് വെക്കും. ഇതെന്നെ വെച്ചാ മതി. അല്ല, പുതപ്പ് വെച്ചു. ഇത് വിരിക്കണ വിരിച്ചോ? വേണ്ട. ഓ, പത്രം. നമ്മൾ ഇപ്രാവശ്യം പത്രത്തിന് എത്ര കൊടുത്തേ? എനിക്കറിഞ്ഞൂടാ. അല്ല, 350 ആണോ പത്രത്തിന്? പത്രത്തിനല്ല 300. പാലിനാണ് 350. പത്രം 190, 192. പാലിനാണ് 350. ഇതിപ്പോ എന്താ കണക്ക് കൂട്ടി കണക്ക് കൂട്ടി ഇപ്രാവശ്യത്തെ കണക്കൊക്കെ നോക്കണം. കണ്ടമാനം കേറിയിട്ടുണ്ട്. അത് എങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ജോലി കൂടെ നോക്കേണ്ടി വരും കേട്ടാ. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഏട്ടനെ, മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുത്. ഇത്രയും പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റൂല, അതുകൊണ്ട് ശമ്പളം ഇച്ചിരി കൂട്ടി തന്നെ. അല്ല, അത് പിന്നെന്താ? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ വഴക്ക് പറയും. എന്തേ പറഞ്ഞോ? ഏട്ടൻ എന്തിനാ വെറുതെ ആ ക്ലീറ്റോ ചേട്ടന്റെ കാര്യത്തില് ഏതാണ്ട് റിപ്പോർട്ട് കൊടുത്തത്? റിപ്പോർട്ടാ? എടി പൊട്ടത്തിയ, റിപ്പോർട്ട് കൊടുക്കണം ഞാൻ ആരാണ്? ഞാനൊരു സാധാരണ ലൈൻമാൻ അല്ലേ. ഞാൻ ആർക്ക് റിപ്പോർട്ട് കൊടുക്കാനാണ്? പിന്നെ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞല്ലോ അവനൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട്, അവൻ മന്ദപ്പനായതുകൊണ്ട്. എന്നോട് ചോദിച്ചു, ഇതാ ഇങ്ങനെ ഒരു കമ്പനിയുടെ ഇത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ സ്ഥലം നിനക്ക് അറിയുന്നതല്ലേ, അവിടെ നമുക്കിത് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തു കൂടെ ഒരു തോട് പോകുന്നുണ്ട്. ഈ കമ്പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ അതിൻ്റെ വെള്ളമൊക്കെ, സോപ്പ് വെള്ളം ഇതൊക്കെ പോയി കഴിഞ്ഞാൽ
ആ കൃഷിയാകെ നശിക്കും. അതുകൊണ്ട് ആളുകൾ സമ്മതിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഏട്ടൻ ഈ കണ്ട ആൾക്കാരുടെ കാര്യം പറയണേ എന്തിനാ? കണ്ട ആൾക്കാരെ കാര്യമോ? ഇത് സത്യമാണ്, ആളുകളോട് ചോദിച്ചാൽ ആളുകൾ പറയും. ആ ക്ലീറ്റോ ചേട്ടൻ ഇപ്പൊ അവിടെ കിടക്കണുണ്ടോ? അവിടെ കിടന്നോട്ടെ. അതല്ല, അതിന് എന്തെങ്കിലും പറ്റുമെന്ന് ഒന്നും കഴിക്കണില്ല. കഴിക്കണില്ലെങ്കിൽ വേണ്ടാന്ന്, വിശപ്പുണ്ടാവില്ല, വിശക്കുമ്പോ എണീറ്റ് പോയിട്ട് കഴിച്ചോളും, അത്രേ ഉള്ളൂ. Versus Alien.